ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇന്നത് കാസ്റ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടാണ്. നമുക്ക് മെയിനായിട്ട് ചെറുമീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നല്ലൊരു കിഡിലും പ്ലേസാണ് അവിടെ. അടിപൊളി എന്ന് പറഞ്ഞത് കടൽ പിടിച്ചല്ല സെറ്റായിട്ട് കിടക്കുന്ന നല്ലൊരു പ്ലേസാണ്. അതെ, നമുക്കത് ബ്രാവോയുടെ ഹാൻഡ് മെയ്ഡ് ഉണ്ട് പ്രൊഡക്റ്റർ സെറ്റ് സാധനമാണ്. അത് കണ്ടാൽ തന്നെ നമുക്ക് മീനൊക്കെ ഓടി വരും. കിഡിലും ഫ്രോഗാണ്. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീട്ടിലോട്ട് വെക്കാം. നമ്മുടെ പുതിയ ജിഗ്ഗാണ് കേട്ടോ. ബ്രാവോയുടെ ഹാൻഡ് മെയ്ഡാണ് പ്രൊഡക്റ്റർ. നല്ലൊരു കിടിലൻ ജിഗ്ഗാണ്. ചെറിയ ജിഗ്ഗാണ്. അതുപോലെ തന്നെ ചെറുമീനൊക്കെ അടിക്കാനായിട്ട് നല്ലതാണ്. നമ്മൾ വാങ്ങിച്ചിട്ട് ഒരുപാട് നാളെതുണ്ടത് തുരുമ്പൊക്കെ അടിച്ചിരിക്കുകയാണ്. വലിയ ഉപയോഗമൊന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ ചെറുമീനൊന്നും അങ്ങനെ കാസ്റ്റ് ചെയ്യാണ്ട് അങ്ങനെ വരുന്നില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പോട്ടുണ്ട്. നമ്മളെന്തായാലും ചെറുമീൻ കാസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. നമുക്ക് എന്തായാലും കാസ്റ്റിങ്ങിലോട്ട് പോയി നോക്കാം. ചെറുമീനൊക്കെ കാസ്റ്റ് ചെയ്യാൻ നേരം നമ്മൾ കഴിവതും നമ്മൾ കടകളിൻ്റെയൊക്കെ സൈഡിലാണ് എറിയുന്നതെങ്കിൽ അത്യാവശ്യം എത്രയും കടകളിന് അടുത്തോട്ട് കയറ്റി എറിയാൻ പറ്റും അത്രയും അടുത്തോട്ട് കയറ്റി എറിയാൻ നോക്കണം. നമ്മുടെ ഈ കടകൾക്കൂട്ടം, വലിയ കടകൾക്കൂട്ടമൊക്കെ ആണെങ്കിൽ കടകൾക്കൂട്ടത്തിൻ്റെ താഴെ ഭാഗത്തൊക്കെ അടക്കി ചെറുമീനും വരാലും ഒക്കെ നിൽക്കുന്നത്. അപ്പം അത് വന്നടിക്കണമെങ്കിൽ കഴിവതും അതിൻ്റെ പെട്ടൊക്കെയായിട്ട്, അതായത് ഈ കടകളിൻ്റെ തീരെ സൈഡ് നോക്കി എറിഞ്ഞിട്ട് സൈഡിൽ കൂടെ തന്നെ തിരിച്ച് കാസ്റ്റ് ചെയ്യാൻ നോക്കണം. അപ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒരുപാട് അനക്കോ ഒച്ചയും ബഹളമോ ഒന്നും ഉണ്ടാക്കാണ്ട് വേണം ഇത് കാസ്റ്റ് ചെയ്യാൻ നിൽക്കാനും. ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായി കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുത്തില്ല കേട്ടോ. മൂന്നാമത്തെ കാസ്റ്റിങ്ങിന് തന്നെ നമുക്ക് ചെറുമീൻ അടിച്ചിട്ടുണ്ട്. നല്ല ഹെവി സാധനം പറഞ്ഞ കേട്ടോ. വലിയൊരു ചെറുമീൻ തന്നെ നമുക്ക് അടിച്ചിട്ടുണ്ട്. ബ്രാവോയുടെ ഹാൻഡ് മെയ്ഡിന് ഇത്രയും റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. നമുക്കിവിടെ ചെറുമീൻ അത്യാവശ്യം ചെറുമീനെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. നല്ല സ്ട്രൈക്ക് കേട്ടോ. നല്ലൊരു ചെറുമീനാണ്. പക്ഷേ ഇവിടെ വേറെ പ്രശ്നമുണ്ട്. ഇവിടെ ഈ കടകൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ കടകൽ കിടക്കുന്നത് തന്നെ കടകലിനകത്ത് കയറി മീൻ ഉടക്കിയിട്ട് ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് അത് നോക്കി വലിക്കണം കേട്ടോ. കടകൽ കൂട്ടത്തിനകത്തോട്ട് വരാൽ ഓൾറെഡി കയറിയിട്ടുണ്ട്. വാഹയാണോ എന്ത് മീനാണെന്ന് നമുക്കറിയാൻ വയ്യ. വാഹ വരാലാവാനാണ് സാധ്യത. ഇവിടെ ചെറുമീനാണ് നമുക്ക് കൂടുതലുള്ളത്. ചെറുമീനാണോ വേറെ എന്തെങ്കിലും മീനാണോ എന്നുള്ളതിന് വലിച്ചു കറി കൊണ്ടുവരുമ്പോഴേ അറിയത്തുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ലൊരു മുഴുത്ത മീനാണ്. എന്തായാലും മീൻ പോയെന്ന് തോന്നുന്നു കേട്ടോ. അതിനൊക്കെ ഒന്നും കാണുന്നില്ല. ഇനി കടകൾക്കൂട്ടം മാത്രമേ ഉള്ളൂ. അതിനകത്തിന് മീനുണ്ടോ? മീനുണ്ട്. കടകലിനകത്ത് കയറി കിടക്കുകയാണ് കേട്ടോ. ആഹാ, അടിപൊളി മീനാട്ടോ. നല്ല വലിയൊരു മീനാണ്. അത്യാവശ്യം ഒരു 2-3 കിലോകളുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു മീനാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് വളരെ ഇച്ചിരി സൂക്ഷിച്ച് വേണം പൊക്കി എടുക്കാനായിട്ട്. ഒരു വലിയ ക്ലിപ്പ് ഒന്നും തന്നെ എടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല വലിയൊരു കണ്ട ബോട്ട ഇട്ടപ്പോൾ തന്നെ ക്യാമറ സ്റ്റാൻഡ് അടിച്ച് ഊരക്കളഞ്ഞു. ക്യാമറയുടെ സ്റ്റാൻഡ് തന്നെ അടിച്ച് ഊരിയിട്ടേക്കുന്നു. ഉണ്ട് മുഴുത്തൊരു ചെറുമീനാണ് കേട്ടോ. നല്ലൊരു ചെറുമീനാണ്. അതിൻ്റെ ഹുക്കിങ് നിൽക്കുക നല്ല സൈഡിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുള്ള അപ്പം തന്നെ ആ സംഭവം കറക്റ്റായിട്ട് കയറി ഹുക്കായിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ലൂക്കാനയുടെ ഒരു ഫ്രോഗ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഫ്രോഗിലും ഇതുപോലെ നല്ലപോലെ സ്ട്രൈക്ക് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹുക്കപ്പ് ആകുന്നില്ലായിരുന്നു. കാരണം ആ ഫ്രോഗ് വലിയ ഫ്രോഗായിരുന്നു. ഇത് ഒരു മീഡിയം ടൈപ്പ് ഫ്രോഗുമാണ്. അത്യാവശ്യം നല്ല റിസൾട്ടുള്ളൊരു മീഡിയം ടൈപ്പ് ഫ്രോഗാണ്. നല്ല ഫ്രോഗാണ്. നല്ല സ്മൂത്തുമാണ് ആ ഫ്രോഗ്.
മോനെ ഹെവി സാധനം. കിടുക്കനായിട്ട് ഹുക്കായി. ചേട്ടാ ഇത് വെള്ളത്തിലിട്ട ജീവനോടെ ആൾക്കാർ മേടിക്കുന്നില്ലേ?